ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ജെസ്സോ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ജെസ്സോ എന്ന് പറയാം. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ബോട്ടിൽ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം ബോട്ടിൽ നിന്ന് പെയിൻറ്റ് ഇളകി വരുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും പെയിൻറ്റ് ഇളകി പോകുന്നത്. അതിന് കാരണം നമ്മൾ ബേസ് കോട്ട് കൊടുക്കാതെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ സർഫസിലൊക്കെ നമ്മൾ ബേസ് കോട്ടായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ജെസ്സോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഇതിന് ഒരുപാട് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ഇളകി പോരുന്ന ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ജെസ്സോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഹോം മെയ്ഡ് ജെസ്സോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ബേബി പൗഡറാണ്. ബേബി പൗഡറിന് പകരം വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫെവിക്കോൾ ആവശ്യമുണ്ട്. വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വേണം. അതുപോലെ ജെസ്സോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളും അതുപോലെ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബൗളിലേക്ക് 2 ടീസ്പൂൺ ബേബി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ വൈറ്റ് ആക്രിലിക് പെയിൻറ്റും അതുപോലെ ഒരു സ്പൂൺ ഫെവിക്കോളും ഒഴിച്ചു കൊടുക്കുക. ജെസ്സോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു റേഷ്യോയിൽ തന്നെ എല്ലാതും എടുക്കുക. എന്നാലാണ് നമ്മൾ ജെസ്സോ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ജെസ്സോ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി വരും. പിന്നെ മാക്സിമം നമ്മളത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക, കാരണം നമുക്ക് കട്ടയൊന്നുമില്ല അത് കിട്ടണം. നമ്മളിതിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് എയർ ബബിൾസൊക്കെ ഉണ്ടായിരിക്കും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയറായി കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു എയർ ബബിൾസൊക്കെ പോകുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുക്കും നന്നായി മിക്സായി വരാനായിട്ട്. അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കട്ടി തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ആഡ് ചെയ്യരുത്, പിന്നെ ഒരുമിച്ച് ആഡ് ചെയ്യാനും പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടിയുള്ള പോലെ തോന്നിയുകൊണ്ട് ഒരല്പം കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല, വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ജെസ്സോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം. 1 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ബോട്ടിൽ അടിച്ചു കൊടുക്കാനുള്ള ജെസ്സോ ഒക്കെ ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ജെസ്സോ എങ്ങനെയാണ് ബോട്ടിലിൽ അടിച്ചു കൊടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണ്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ബോട്ടിലിൽ ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പോഞ്ചിന് പകരം നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടും ജെസ്സോ ബോട്ടിൽ അടിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെയിൻറ്റ് ബോട്ടിൽ നിന്ന് ഇളകി വരില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ജെസ്സോ ഒക്കെ അടിച്ചെടുത്ത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് ഇളകി വരില്ല. ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്